മക്കളെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോയത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അത് വേവ്സിൽ നിന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ടൈം കളയാതെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞത് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം ഈസ് ടി ആണ്, ക്യാപിറ്റൽ ടി ആണ്. വാട്ട് വിൽ ബി ദ ടൈം പീരീഡ് ഇഫ് ദ പെൻഡുലം ഈസ് സസ്പെൻഡഡ് ഇൻ എ ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആക്സിലറേഷൻ ഈക്വൽ ടു g/3. നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം ഉണ്ട്. ഈ സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇനീഷ്യലി അവരുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ്. ഈ ടൈം പീരീഡ് എന്താകുമെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു പെൻഡുലം അറേഞ്ച്മെൻറ്റ് എവിടെ കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത്? ലിഫ്റ്റിലാണ് മൂവ് ചെയ്യുന്നത്. ആ ലിഫ്റ്റ് താഴേക്കാണ് ആ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് വിത്ത് എൻ ആക്സിലറേഷൻ g/3. അപ്പോൾ ടീൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ വരിക? നമുക്കറിയാം ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π√of L/g ആണല്ലേ. ഇതല്ലേ നമ്മൾ ജനറൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ. ടി ഇസ് ഈക്വൽ ടു ആരാണ്? 2π√of L/g ആണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്ന മക്കളെ? ഈ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഈ ഒരു പെൻഡുലം അറേഞ്ച്മെൻറ്റ് ലിഫ്റ്റിലാണുള്ളത്. ഈ ലിഫ്റ്റ് താഴേക്ക് വരുന്നു. അങ്ങനെ ലിഫ്റ്റ് താഴേക്ക് വരുമ്പോൾ ഗ്രാവിറ്റി എന്താകും? നമുക്ക് വേണം പുതിയ ഗ്രാവിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗ്രാവിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും. നമ്മൾ ലോസ് ഓഫ് മോഷനിലാണ് ആ കോൺസെപ്റ്റ് പറയുന്നത്. അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് എ ബോഡി മൂവിങ് ഇൻ എ ലിഫ്റ്റ്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഒരു ഒറ്റ പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ജി ഡാഷ് എന്താകും? നോർമലി ജി ഡാഷ് ഇസ് ഈക്വൽ ടു g-a ആണ്. ഇവിടെ എന് പകരം എന്ത് കൊടുക്കണം? g/3 കൊടുക്കണം. കാരണം ഈ ക്വസ്റ്റ്യനിൽ ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് പറയുന്നുണ്ട്. a ഈക്വൽ ടു 3 ആണ്, g/3. അങ്ങനെയാണെങ്കിൽ പുതിയ ഗ്രാവിറ്റി എന്താകും? ജി ഡാഷ് ഇസ് ഈക്വൽ ടു g-g/3. അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് വിൽ ബി, ജി ഡാഷിൻ്റെ വാല്യൂ എത്ര ഉണ്ടാകും? ജി ഡാഷ് ഇസ് ഈക്വൽ ടു g-g/3 എന്നാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3g - g 2g/3 ഉണ്ടാവും അല്ലേ. അപ്പോൾ പുതിയ ഗ്രാവിറ്റി കിട്ടിയിട്ടുണ്ട്. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ആരാണ്? g-g/3. അങ്ങനെ 3g - g/3 2g/3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ജനറൽ ടൈം പീരീഡ് ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 2π√of L/g ആണ്. ന്യൂ ടൈം പീരീഡ് നമുക്ക് ടി ഡാഷ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π√of L ഡിവൈഡഡ് ബൈ ആരാണ് വരിക? ജി ഡാഷ് ആണ് വരിക അല്ലേ. ന്യൂ ടൈം പീരീഡ് എന്ത് വരും? 2π√of L ഡിവൈഡ് ബൈ ജി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ടി ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? 2π√of L ഡിവൈഡഡ് ബൈ ജി ഡാഷ്. വാട്ട് ഈസ് ജി ഡാഷ്? ജി ഡാഷ് എന്ന് പറഞ്ഞാൽ അത് 2g/3 അല്ലേ. 2g/3. അപ്പോൾ ഈ 3 അങ്ങോട്ട് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടി ഡാഷ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2π√of ഈ 3 മുകളിലേക്ക് വരുമല്ലോ. അപ്പോൾ 3 മുകളിലേക്ക് വരുമ്പോൾ എല്ലിൻ്റെ കൂടെ 3 ഉണ്ടാകും. 3L ഡിവൈഡഡ് ബൈ 2g ഉണ്ടാവും കേട്ടോ. ഡിനോമിനേറ്ററിൽ 2g ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഓൾറെഡി ഉള്ള ടൈം പീരീഡ് ടൈമിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം? ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π√L ഡിവൈഡഡ് ബൈ ജി ഉണ്ട്. പിന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ ആര് കൂടിയുണ്ട്? 3/2 ഉണ്ട്. നമുക്കിപ്പോൾ റൂട്ട് 3/2 പുറത്തെടുക്കാമല്ലോ. ആരാണ് മക്കളെ 2π√L/g? അതല്ലേ നമ്മൾ ഇനീഷ്യൽ ഉണ്ടായിരുന്ന ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ പുതിയ ടൈം പീരീഡ് എങ്ങനെയാണ് കിട്ടുക? ടി ഡാഷ് ഇസ് ഈക്വൽ ടു √3/2 √3/2 അല്ലെ. √3/2 ഇൻറ്റു ടൈം പീരീഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും പുതിയ ടൈം പീരീഡ്. ആ പെൻഡുലം ലിഫ്റ്റിൽ മൂവ് ചെയ്യാണ് ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ g/3 മൂവ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ടൈം പീരീഡിൻ്റെ എത്ര ടൈംസ് ആയിട്ടുണ്ടാകും? √3/2 ടൈംസ്, അതായത് √3/2 ടൈംസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു മോഡലിംഗ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പ്രോബ്ലംസ് അത് ചെയ്യാൻ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പ്രോബ്ലംസ് അങ്ങനെ റാൻഡംലി ചാപ്റ്റേഴ്സും ചൂസ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് സെക്ഷനിൽ കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.